നമ്മളെല്ലാവരും ബി പി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. നോർമലായിട്ട് ബി പി ചെക്ക് ചെയ്യുന്ന സമയത്ത് മുകളിലൊരു വാല്യൂ ഉണ്ടാവും, അടിയിലൊരു വാല്യൂ ഉണ്ടാവും. ഈ മുകളിലത്തെ വാല്യൂവിനെയാണ് നമ്മൾ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുക. അതായത് ഹാർട്ട് പമ്പ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രഷർ. അടിയിലത്തെ ഒരു വാല്യൂവിനെയാണ് നമ്മൾ ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുക. അതായത് ഹാർട്ട് പമ്പ് ചെയ്ത് നമ്മൾ നോർമലായിട്ട്, അതായത് റിലാക്സ് ചെയ്യുന്ന ഒരു സമയത്ത് ഉണ്ടാകുന്ന പ്രഷറാണ് ഡയസ്റ്റോളിക് പ്രഷർ. അടുത്തതായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പൾസ് പ്രഷർ. ഈ പൾസ് പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മുടെ ഈ മോളിത്തെ സിസ്റ്റോളിക് പ്രഷറും ഡയസ്റ്റോളിക് പ്രഷറും മൈനസ് ചെയ്യുക, അതായത് കുറച്ച് കിട്ടുന്ന ഒരു വാല്യൂവിനാണ് നമ്മൾ പൾസ് പ്രഷർ എന്ന് പറയുക. ഇനി ഇതെന്തിനാണ് നമ്മൾ നോക്കുന്നത്? ഇത് നമ്മുടെ രക്തധമനിയുടെ കട്ടീനെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകുമോ എന്നുള്ളതും കൂടി നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. നോർമൽ ആയിട്ടുള്ള ഒരു പൾസ് പ്രഷറിന്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ 40 മുതൽ 60 വരെ എടുക്കുകയാണെങ്കിൽ നോർമലാണ്. പക്ഷെ അത് 70നേക്കാൾ കൂടുതലാകുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ഫെയിലിയർ, സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി അത് 80-90 ആണെങ്കിൽ എമർജൻസി കണ്ടീഷൻ ആണ്, പെട്ടെന്ന് തന്നെ സ്ട്രോക്ക് വരാനുള്ള ഒരു സാധ്യതയാണ് അത് സൂചിപ്പിച്ചു തരുന്നത്. ഇനി നിങ്ങളുടെ പൾസ് 40നേക്കാൾ കുറഞ്ഞു വരികയാണെങ്കിൽ ഇത് നമ്മുടെ ബി പി നന്നായിട്ട് കുറയുന്നതിനും ഹാർട്ട് ഫെയിലിയർ ആകാനുള്ള സാധ്യതയുണ്ട്. ഇതും അത്രയും സേഫ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ല. ഈ പൾസ് പ്രഷർ കൂടുതലായിട്ട് കൂടി നിൽക്കുന്നത് പ്രായമായിട്ടുള്ള ആളുകൾക്ക്, ഓൾറെഡി ബി പി ഷുഗർ ഒക്കെ ഫേസ് ചെയ്യുന്നവരാണ്, കിഡ്നിയിൽ എന്തെങ്കിലും ഫെയിലിയർ ഉണ്ട്, സോൾട്ട് ഇൻടേക്ക് ഉപ്പിന്റെ പ്രയോഗം നന്നായിട്ട് കൂടുതലായിട്ട് ചെയ്യുന്നവരാണ്, വെയിറ്റ് നന്നായിട്ട് കൂടുതലാണ്, സ്മോക്കിംഗ് നന്നായിട്ട് കൂടുതലാണ്, ഉറക്കത്തിന് നന്നായിട്ട് പ്രശ്നങ്ങളുണ്ട്, ടെൻഷൻ, ആൻസൈറ്റി ഒക്കെ നന്നായിട്ട് ഫേസ് ചെയ്യുന്നവർക്കാണ് ഈ പൾസ് പ്രഷർ കൂടുതലായിട്ട് നിൽക്കുക. അപ്പൊ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? പ്രോപ്പർ ആയിട്ട് മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക, സോൾട്ടിന്റെ ഇൻടേക്ക് നന്നായിട്ട് കുറയ്ക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, എക്സസൈസ് പ്രോപ്പർ ആയിട്ട് ചെയ്യുക, ഉറക്കം അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സ്മോക്കിംഗ് ഒക്കെ നന്നായിട്ട് കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കൂടി ശ്രദ്ധിക്കുക. ഇനി വർഷത്തിൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ പൾസ് പ്രഷർ ചെക്ക് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഓരോ വർഷം ചെക്ക് ചെയ്യുക, നിങ്ങളുടെ പൾസ് പ്രഷർ കൂടുകയാണോ, നോർമലായിട്ട് നിൽക്കുകയാണോ, കുറയുകയാണോ എന്നുള്ളതും കൂടി നിങ്ങൾ വാല്യൂ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ എല്ലാവരിലേക്കും ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക. സ്റ്റേ ഹെൽത്തി.